നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊരു എംബഡഡ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് സീരീസ് ആണ്. ഇലക്ട്രോണിക്സും എംബഡഡ് സിസ്റ്റം ഡെവലപ്മെൻറ്റുമാണ് ഈ സീരീസിൽ ഉള്ളത്. ഇതൊരു പ്രാക്ടിക്കലി ചെയ്ത് നോക്കി പോകുന്ന ഒരു സീരീസ് ആണ്. ഒന്നാമത്തെ വീഡിയോ മുതൽ കാണാനായിട്ട് ശ്രമിക്കുക. ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള കോമ്പോണൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്ലോഗിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഇലക്ട്രോണിക്സിൻ്റെ ഒരു സെഷനാണ്. ഇലക്ട്രോണിക്സിൽ ആദ്യം കോമ്പോണൻസും പിന്നെ സർക്യൂട്ട്സും പഠിക്കാം. കോമ്പോണൻസിൽ നമ്മൾ 6 കോമ്പോണൻസ് ആണ് പഠിക്കുന്നത്. റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, IC ചിപ്പ്, ഡയോഡ്, ട്രാൻസിസ്റ്റർ. ഇനി എന്തെങ്കിലും കോമ്പോണൻസ് വരികയാണെങ്കിൽ ഈ പറഞ്ഞ 6 ടൈപ്പിൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്നതായിരിക്കും. ഇനി 7ാമത്തെ ഒരു ടൈപ്പ് വരികയാണെങ്കിൽ അത് ടെൻഷൻ അടിക്കേണ്ട, അതൊരു റെയറാണ്. ആവശ്യം വരുമ്പോൾ മാത്രം പഠിച്ചാൽ മതിയാവും. നമുക്ക് റെസിസ്റ്റർ എന്താണ് എന്ന് നോക്കാം. 3 റെസിസ്റ്റർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപയോഗിച്ചിട്ട് ഈ LED ഒന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ നമ്മളുടെ LEDൻ്റെ പൊളാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് പ്ലസ് മൈനസ് എല്ലാം നോക്കിയിട്ട് ഞാനിവിടെ കണക്റ്റ് ചെയ്യണം. പവർ സപ്ലൈ കൊടുക്കുകയാണ്. ഓക്കെ, ഒരു വശം കൊടുത്തു. ഇനി മറ്റേ വശം കൂടി ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ടച്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? ഓക്കെ, ആക്ച്വലി അതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ടച്ച് ചെയ്തിട്ടില്ല, LED കേടായിട്ടില്ല. അപ്പോൾ ഞാൻ 1ാമത്തെ റെസിസ്റ്റർ ഉപയോഗിച്ചിട്ട് റെസിസ്റ്റർ ത്രൂ ഞാൻ ഈ LEDയിലേക്ക് പവർ കൊടുക്കണം. കത്തുന്നുണ്ട് അല്ലേ? കത്തുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ശരി. ഞാനത് തിരിച്ച് വെച്ചിട്ട് വേറെയും റെസിസ്റ്റർ ഉണ്ടല്ലോ ഇവിടെ, ഇതിന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, കത്തുന്നുണ്ടെന്ന് മാത്രമല്ല ബ്രൈറ്റ്നെസ്സിൽ വ്യത്യാസം വന്നു അല്ലേ? അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്രൈറ്റായിട്ട് കത്തുന്നുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അപ്പോൾ ഇനിയും ബ്രൈറ്റ്നെസ് കൂടുമായിരിക്കും. അതെ, നന്നായിട്ട് തന്നെ കൂടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 3 റെസിസ്റ്റർ നമ്മൾ ഉപയോഗിച്ചു. 3 ഉപയോഗിച്ചിട്ടും LED കത്തിച്ചു. എന്താണ് വ്യത്യാസം ഉണ്ടായിരുന്നത്? പ്രധാനമായിട്ടും 3 ബ്രൈറ്റ്നെസ്സിൽ കത്തി. ഓക്കെ, അപ്പോൾ LED കത്തിക്കാനാണോ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ LED കത്തിക്കാനും ഉപയോഗിക്കാം. നമ്മളിവിടെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് എന്തോ ഒന്നിനെ കൺട്രോൾ ചെയ്തു. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് ലൈറ്റ് കൺട്രോളായി. ഓക്കെ, അതിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കൺട്രോളായി. അപ്പോൾ അതിനുവേണ്ടി എന്തായിരിക്കും കൺട്രോൾ ചെയ്തത്? കറണ്ട്, വോൾട്ടേജ്, ആംപിയർ, പവർ, അങ്ങനെ കുറേ സംഗതികളൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? കറണ്ടാണ് കൺട്രോൾ ചെയ്തത്. കറണ്ടിനെ ലിമിറ്റ് ചെയ്തു. അപ്പോൾ റെസിസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം, കറണ്ടിനെ ലിമിറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാനാണ് റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ ആൻസർ. അത് ഏത് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാലും കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും എല്ലാം റെസിസ്റ്റർ ഉപയോഗിക്കുന്നത് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്താണ് കറണ്ട്? അത് നമ്മൾ ബേസിക് ഇലക്ട്രിക്കലിൻ്റെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയല്ലേ, ഒരു ഫ്ലോ ആണ്, ചാർജിൻ്റെ ഒരു ഫ്ലോ ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ ലിമിറ്റ് ചെയ്തു. എന്താണെങ്കിലും 3 റെസിസ്റ്റർ 3 തരത്തിലാണ് ലിമിറ്റ് ചെയ്തത്. എന്തായിരിക്കും കാരണം? നമ്മൾക്കിവിടെ മെയിനായിട്ട് നോക്കാം. ഇവിടെ കളർ ബാൻഡുകൾ ഡിഫറെൻ്റ് ആണല്ലേ. അപ്പോൾ ഓരോ കളർ ബാൻഡുകൾക്കും ഓരോ മീനിങ് ഉണ്ട്. എന്താണെങ്കിലും ഇത് ഏറ്റവും വെളിച്ചം കുറവായിരുന്നു LED കത്തുമ്പോൾ, ഇതിന് റെസിസ്റ്റൻസ് കുറവല്ല, കൂടുതലാണ്. അതിനേക്കാളും കുറവാണ്, അതുകൊണ്ട് LED ഒന്നുകൂടി നന്നായിട്ട് കത്തി. അതിനേക്കാളും കുറവാണ് ഇതിന് ഏറ്റവും കുറവ്, അതുകൊണ്ട് LED നന്നായിട്ട് ബ്രൈറ്റായിട്ട് കത്തി. അപ്പോൾ റെസിസ്റ്റൻസ് കുറയുമ്പോൾ നമ്മൾ ആ റെസിസ്റ്റ് ചെയ്യുന്നതിനെ തടയും. റെസിസ്റ്റ് ചെയ്യുന്നത് കുറയും. ഓക്കെ, റെസിസ്റ്റൻസ് കൂടുമ്പോൾ കൂടുതൽ റെസിസ്റ്റ് ചെയ്യും, റെസിസ്റ്റൻസ് കുറയുമ്പോൾ കുറച്ചേ റെസിസ്റ്റ് ചെയ്യുള്ളൂ. എന്തിനെ? കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യലാണ് പുള്ളിൻ്റെ പണി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തായിരിക്കും, ഇതൊക്കെ ഇപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നത്? വളരെ സിമ്പിളാണ്. നമ്മൾക്ക് ഇവിടെ തന്നെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഞാൻ സിംപ്ലി ഒരു പേപ്പർ എടുക്കുന്നു. ഓക്കെ, പേപ്പർ എടുത്തിട്ട് ഞാനതിൻ്റെ മേലെ നമ്മുടെ പെൻസിൽ കൊണ്ടൊന്ന് വരയ്ക്കുന്നു. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു വരയിടുന്നു. ഓക്കെ, ഒന്നുകൂടി നമ്മളൊരു എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യല്ലേ, നമ്മൾക്കൊന്നുകൂടി നല്ല ബ്രൈറ്റായിട്ട് വരയ്ക്കാം. ഓക്കെ, ഒരു 2-3 ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾക്ക് ഇത് ഈ ലൈൻസിലൂടെ, ലൈനിപ്പോൾ എന്തിനായിട്ടാണെന്നായിരിക്കും അല്ലേ, നമ്മൾക്ക് ഈ ലൈനിൽ തന്നെ നമുക്ക് ഈ LED കത്തിച്ച് നോക്കാം. ഈ ലൈനിലാണ് ഫസ്റ്റ് ഞാൻ കത്തിക്കുന്നത്. ഇതിൽ LED ടച്ച് ചെയ്തു, LED കത്തിയല്ലേ. എന്ന് വെച്ചാൽ ഇപ്പോൾ കറണ്ട് ഏതിലാണ് ഫ്ലോ ചെയ്യുന്നത്? ഈ വയർ ഞാൻ ഈ ലൈനിലാണ് മുട്ടിച്ചത്. ഈ ലൈനിലൂടെ
കറണ്ട് പാസ് ചെയ്തു, LED കത്തുന്നുണ്ട്. ഓക്കെ, ഈ കുട്ടി ലൈനിലൂടെ പാസ് ചെയ്യിപ്പിച്ച് നോക്കാം. ഇപ്പോഴും കത്തുന്നുണ്ട്. ഈ ലൈനിലൂടെ പാസ് ചെയ്യിപ്പിച്ച് നോക്കാം. കത്തുന്നുണ്ട്, പക്ഷേ കാണാൻ പറ്റാത്ത അത്രയും ബ്രൈറ്റ്നസ് കുറവാണ്. കുറച്ചുകൂടി അടുത്ത് വന്നപ്പോൾ ഒന്നുകൂടി കത്തുന്നുണ്ട്. കുറച്ചുകൂടി അടുത്ത് വന്നപ്പോൾ ഒന്നുകൂടി കത്തുന്നുണ്ട്. ഇത് ഒന്നുകൂടി കത്തുന്നുണ്ട്. ഓക്കെ, എന്താണെങ്കിലും ഇതിന് ബ്രൈറ്റ്നസ് കുറവാണല്ലേ. ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ, ഇതിന് വിഡ്ത്ത് കുറവായിരുന്നു. ഓക്കെ, ഇതിന് വിഡ്ത്ത് കൂടുതലുണ്ട്. കൂടുതൽ വൈഡ് ആണെങ്കിൽ കൂടുതൽ കറണ്ട് പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, ഇനി ലെങ്ത്ത് കുറവാണെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഓക്കെ, ലെങ്ത്ത് കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. നമുക്കിവിടെ തന്നെ നോക്കാം. ഇവിടെ ഉള്ള ബ്രൈറ്റ്നസ് അല്ല ഇവിടെ വയ്ക്കുമ്പോൾ, അതിനേക്കാളും ബ്രൈറ്റാണ്. അതിനേക്കാളും ബ്രൈറ്റാണ് ഇവിടെ വയ്ക്കുമ്പോൾ. ഇനി ഏറ്റവും അടുത്തേക്ക് വരുന്തോറും ബ്രൈറ്റ്നസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ സിംപ്ലി ഒരു പേപ്പറിലൊരു പെൻസിലും കൊണ്ട് വരച്ചപ്പോൾ നമ്മൾക്ക് റെസിസ്റ്ററായിട്ട് ആക്ട് ചെയ്തു. അപ്പോൾ നമ്മൾക്കിവിടെ റെസിസ്റ്ററായിട്ട് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താണ്, ഇതിപ്പോൾ ഒരു കാർബണിൻ്റെ ലെയറാണ് അല്ലേ. പെൻസിൽ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇതിൻ്റെ നിബ് ഉണ്ടാക്കുന്നത് കാർബണും ക്ലേയുമാണ്. ഓക്കെ, ക്ലേക്ക് ഇവിടെ വലിയ റോളില്ല, കാർബണാണ് ആക്ച്വലി നമ്മൾക്കിവിടെ കണ്ടക്ട് ചെയ്ത് തന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യണമെങ്കിൽ ഇത്രയും ദൂരം വരണ്ടേ. ഓക്കെ, അപ്പോൾ അത്രയും ദൂരത്തെ കാർബണിൻ്റെ റെസിസ്റ്റൻസ് എല്ലാം കടന്നിട്ട് വേണം ഇവിടെ എത്തണമെങ്കിൽ. തൊട്ടടുത്താണെങ്കിൽ ഇത്രയും ദൂരം പോയാൽ മതി. ആ സമയത്ത് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റെസിസ്റ്റർ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്ററുകൾ ഡിഫറെൻറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽ അതിൻ്റെ വിഡ്ത്തും അതിൻ്റെ ലെങ്ത്തും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ വാല്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇത് കാർബൺ ഫിലിം റെസിസ്റ്ററാണ്, CFR കാർബൺ ഫിലിം റെസിസ്റ്റർ. ഇതിനകത്ത് കാർബൺ ഫിലിം തന്നെയാണ്, നമ്മളിപ്പോൾ ഉണ്ടാക്കിയതും കാർബൺ ഫിലിമാണ്. അങ്ങനെയാണെങ്കിൽ വേറെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഷേപ്പിൽ തന്നെ കിട്ടും, ഒരു കളർ ബാൻഡും കൂടി കൂടുതലുണ്ടാവും. അത് ആക്ച്വലി മെറ്റൽ ഫിലിം റെസിസ്റ്റർ, MFR എന്ന് പറയും. MFR എന്ന് പറയും. ഇത് CFR. ഓക്കെ, ഇനി റെസിസ്റ്റർ വേറൊരെണ്ണം കണ്ട് നോക്കുകയാണെങ്കിൽ ഇതിന് വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ കുറച്ച് തടി കൂടുതലുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കൂടി കൊണ്ടുവയ്ക്കാം. ഇതും ആക്ച്വലി വ്യത്യാസമൊന്നുമില്ല, പക്ഷേ തടി കൂടുതലുണ്ട്. ചുമ്മാ തടി കൂടില്ലല്ലോ. ഇത് ആക്ച്വലി 1/4 വാട്ടാണെങ്കിൽ ഇത് 1 വാട്ടാണ്, ഇത് 2 വാട്ടാണ്. ഓക്കെ, 1/4 വാട്ട് കഴിഞ്ഞാൽ 1/2 വാട്ട് കിട്ടും. അതേപോലെ 1 വാട്ട് 2 വാട്ട് ഇങ്ങനെയെല്ലാം കിട്ടും. അവിടെ കൊണ്ട് തീർന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരെണ്ണം കാണിച്ചു തരാം. ഇത് ആക്ച്വലി 7 വാട്ടാണ്. ഇത് പക്ഷേ അപ്പോഴേക്കും ഷേപ്പും അതിൻ്റെ തരമെല്ലാം മാറിയല്ലേ. ഇത് ആക്ച്വലി വയർ വൂണ്ട് റെസിസ്റ്ററാണ്. ഇതിനകത്ത് വയറിങ്ങനെ ചുറ്റി എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഒരു സാധനം കാണിച്ചു തരാം. ഇതിനെ സിമെൻറ്റ് റെസിസ്റ്റർ എന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി 10 വാട്ടായി. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും വാട്ട് കൂടിയ റെസിസ്റ്ററൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾക്ക് കൂടുതൽ പവർ റൈറ്റിംഗ് കിട്ടുന്ന റെസിസ്റ്ററുകൾ. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിപ്പോൾ 4-5 ടൈപ്പ് കാണിച്ചു തന്നു. ഇനി ഒരു 6ാമത്തെ 7ാമത്തെ ടൈപ്പ് ഉണ്ടാവും. എത്ര വേണമെങ്കിലും റെസിസ്റ്ററുകൾ ഇനിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കാമല്ലോ. ഓക്കെ, വേറൊരു സാധനം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെന്താണെന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. ഇത് വേരിയബിൾ റെസിസ്റ്ററാണ്. ഇതിൻ്റെ വാല്യൂ നമ്മൾക്ക് മാറ്റാൻ പറ്റും. ആക്ച്വലി ഞാനിവിടെ ലൈൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ റെസിസ്റ്റൻസ് മാറ്റാൻ പറ്റുമല്ലോ. അതേപോലൊരു മെക്കാനിസം ഇതിലുണ്ട്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫിലിമിൽ കൂടെ ഇങ്ങനെ കോണ്ടാക്റ്റ് ഇങ്ങനെ തിരിയുന്ന പോലെ ഇങ്ങനെ മാറുന്നുണ്ട്. അങ്ങനെ ഒരു മെക്കാനിസം ഇതിനകത്തുണ്ട്. ഓക്കെ, സെയിം സെറ്റപ്പാണത്. ഇത് വളരെ ചെറുത് എന്നേ ഉള്ളൂ. ഇത് ആക്ച്വലി പ്രീസെറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. സംഗതി വേരിയബിൾ റെസിസ്റ്റർ തന്നെയാണ്. ഇനി അതിൻ്റെ കുറച്ചുകൂടി ചേഞ്ചസ് ഉള്ള ഒരു വെർഷൻ ഈ റെസിസ്റ്റർ. ഇത് ആക്ച്വലി വേരിയബിൾ റെസിസ്റ്റർ തന്നെയാണ്, പ്രീസെറ്റ് എന്ന് പറയില്ല. ആക്ച്വലി ഇത് മൾട്ടി ടേൺ പോർട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. കാരണം ഇതൊക്കെ വന്നിട്ട് ഒരു ഏകദേശം 180 ഡിഗ്രിനേക്കാളും കുറച്ചുകൂടിയൊക്കെ 180 ഡിഗ്രിയൊക്കെയാണ് ഇതിനെ തിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിങ്ങനെ തിരിക്കുമ്പോൾ 180 ഡിഗ്രിയൊക്കെ വരുള്ളൂ. ഇത് ആക്ച്വലി ഒരു പക്ഷേ 360 ഡിഗ്രി വരെ വരാം. ഇല്ല, 360ൻ്റെ താഴെ വരുന്നത്. പക്ഷേ ഇതിൻ്റെ കേസ് അങ്ങനെയല്ല. ഇത് മൾട്ടി ടേൺ പോർട്ടാണ്. ഒരു റൗണ്ട് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ഒരു 4-5 റൗണ്ടൊക്കെ തിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഫുൾ വാല്യൂ വേരി ചെയ്തിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള വാല്യൂസൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള വാല്യൂ എത്തണമെങ്കിൽ ഒരു 3-4 റൗണ്ട് തിരിക്കണം. അപ്പോൾ ഇത് നമ്മൾക്ക് കൃത്യം ഒരു വാല്യൂവിലൊക്കെ നമ്മൾക്ക് ട്യൂൺ ചെയ്യുന്ന പോലെയൊക്കെ ആക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ റെസിസ്റ്റർ സംഗതി ബേസിക്കലി നമ്മൾ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് റെസിസ്റ്റർ.
ഇതിപ്പോൾ പല രൂപങ്ങളിലും ഷേപ്പിലും വന്നു. ഇനിയും വേറെ ഷേപ്പിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഷേപ്പിൽ വേണമെങ്കിലും വരാം. നേരത്തെ പറഞ്ഞ പോലെ ആർക്ക് വേണമെങ്കിലും റെസിസ്റ്റർ ഏത് ടൈപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ, അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, റെസിസ്റ്റർ എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, റെസിസ്റ്റർ എന്താണെന്നുള്ളത് നമ്മൾ മാത്രമേ ഇപ്പോൾ കണ്ടുള്ളൂ. ഇനിയും കുറേ പേര് കാണാത്തതായിട്ടുണ്ടാവില്ലേ? നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, അവരും കൂടി കാണട്ടെ. പണ്ട് മോഹൻലാൽ പറഞ്ഞതുപോലെ കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം. അങ്ങനെ വിചാരിച്ചിട്ടിരിക്കരുത്. അവർ കാണാത്തത് നമ്മൾക്ക് അത്ര മനോഹരമല്ല. അപ്പോൾ മാക്സിമം നമ്മളുടെ വീഡിയോ ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.